ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ PSC വേൾഡ്. അപ്പോൾ 10th പ്രിലിംസ് സെക്കൻഡ് സ്റ്റേജ് എക്സാമിന് വേണ്ടിയിട്ട് പ്രധാനമായും പഠിച്ചിരിക്കേണ്ട കുറച്ച് ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ഡയറക്റ്റ് നോക്കാം. ആദ്യത്തേത്, അടുത്തിടെ കേരള സർവകലാശാല ഗവേഷക സംഘം ഹാരപ്പൻ സംസ്കാരത്തിന്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയ സംസ്ഥാനം ഏതാണ്? അത് ഗുജറാത്ത് ആണ് കേട്ടോ. അടുത്തിടെ കേരള സർവകലാശാല ഗവേഷക സംഘം ഹാരപ്പൻ സംസ്കാരത്തിന്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയ സംസ്ഥാനം ഗുജറാത്താണ്. അടുത്തത്, തിരഞ്ഞെടുപ്പ് ജോലിക്ക് നിശ്ചയിക്കാനുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടൽ ഓർഡർ എന്നുള്ളതാണ് കേട്ടോ. അടുത്തത്, സൈനികർക്കിടയിലെ സുരക്ഷിത ആശയവിനിമയത്തിനായി ഇന്ത്യൻ ആർമി തദ്ദേശീയമായി വികസിപ്പിച്ച നെറ്റ്വർക്ക് ശൃംഖല, അത് സംഭവ് എന്നുള്ളതാണ് കേട്ടോ. സൈനികർക്കിടയിലെ സുരക്ഷിത ആശയവിനിമയത്തിനായി ഇന്ത്യൻ ആർമി തദ്ദേശീയമായി വികസിപ്പിച്ച നെറ്റ്വർക്ക് ശൃംഖല സംഭവമാണ്. നെക്സ്റ്റ്, കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ മെട്രോ പുറത്തിറങ്ങിയത് എന്നാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ മെട്രോ പുറത്തിറങ്ങിയത് 2024 ഓഗസ്റ്റ് 3. ഇന്ത്യയിൽ വന്ദേ ഭാരത് ട്രെയിൻ ആദ്യമായി സർവീസ് ആരംഭിച്ചത് എന്നാണെന്നുള്ളതാണ് 2019 ഫെബ്രുവരി 15 ന്യൂഡൽഹി മുതൽ വാരണാസി വരെയുള്ളത്. ഓക്കെ, ഇന്ത്യയിൽ വന്ദേ ഭാരത് ട്രെയിൻ ആദ്യമായി സർവീസ് ആരംഭിച്ചത് 2019 ഫെബ്രുവരി 15. കേരളത്തിലും എന്നാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളത് നോക്കുക കേട്ടോ, എവിടെ നിന്നാണ് കണക്ട് ചെയ്യുന്നത് എന്നുള്ളത്. നെക്സ്റ്റ്, പാരീസ് ഒളിമ്പിക്സിൽ പുരുഷ വിഭാഗം ടെന്നീസിൽ സ്വർണ്ണ മെഡൽ നേടിയത് നൊവാക് ജോക്കോവിച്ച് ആണ്. സെർബിയൻ താരമാണ് അദ്ദേഹം. പാരീസ് ഒളിമ്പിക്സിൽ പുരുഷ വിഭാഗം ടെന്നീസിൽ സ്വർണം നേടിയത് നൊവാക് ജോക്കോവിച്ച് ആണ്. ടെന്നീസ് പുരുഷ സിംഗിൾസിൽ ഒളിമ്പിക്സ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ ജേതാവും അദ്ദേഹം തന്നെയാണ്. ഓക്കെ, ഒളിമ്പിക്സ് പുരുഷ സിംഗിൾസിൽ, ഓക്കെ, അതായത് ടെന്നീസ് പുരുഷ സിംഗിൾസിൽ ഒളിമ്പിക്സ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ ജേതാവും നൊവാക് ജോക്കോവിച്ച്. വൈദ്യുതി ഉൽപാദനത്തിനായി കാറ്റാടി യന്ത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കടുവാ സങ്കേതം ഏതാണ്? അത് പെരിയാർ ടൈഗർ റിസർവ് ആണ്. വൈദ്യുതി ഉൽപാദനത്തിനായി കാറ്റാടി യന്ത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കടുവാ സങ്കേതം പെരിയാർ ടൈഗർ റിസർവ് ആണ്. നെക്സ്റ്റ്, ഇന്ത്യയിൽ ആദ്യമായി വനിതാ ജീവനക്കാർക്ക് ആർത്തവ അവധി അനുവദിച്ച ആദ്യ ഹൈക്കോടതി ഏതാണ്? ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായി വനിതാ ജീവനക്കാർക്ക് ആർത്തവ അവധി അനുവദിച്ച ആദ്യ ഹൈക്കോടതി സിക്കിമാണ്. ദെൻ 29ാമത് ആസിയാൻ ഉച്ചകോടി വേദി ലാവോസ് ആണ് കേട്ടോ. 29ാമത് ആസിയാൻ ഉച്ചകോടി വേദി ലാവോസ്. നെക്സ്റ്റ്, സൈബർ കുറ്റകൃത്യങ്ങൾ തടയാനുള്ള ഗൂഗിളിന്റെ പുതിയ പദ്ധതിയാണ് ഫ്രോഡ് പ്രൊട്ടക്ഷൻ പൈലറ്റ്. സൈബർ കുറ്റകൃത്യങ്ങൾ തടയാനുള്ള ഗൂഗിളിന്റെ പുതിയ പദ്ധതിയാണ് ഫ്രോഡ് പ്രൊട്ടക്ഷൻ പൈലറ്റ്. അടുത്തത്, 2026 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം. 2026 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം റബാത്ത് ആണ്. ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയുടെ തലസ്ഥാനമാണ്. ഓക്കെ, ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയുടെ തലസ്ഥാനമാണ് റബാത്ത്. അടുത്തത്, 2024 ഒക്ടോബറിൽ സംസ്ഥാനത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായിട്ട് നിയമിതനായത്. 2024 ഒക്ടോബറിൽ സംസ്ഥാനത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായിട്ട് നിയമിതനായത് പ്രണബ് ജ്യോതിനാഥ് എന്നുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ്, ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ 2024 ഇന്ത്യയിലെ മികച്ച ബാങ്കായി തിരഞ്ഞെടുത്തത് SBIനെയാണ്. ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ 2024 ഇന്ത്യയിലെ മികച്ച ബാങ്കായി തിരഞ്ഞെടുത്തത് SBIനെയാണ്. നെക്സ്റ്റ് ഫാക്ട്, എഴുത്തുകാരുടെ ഗ്രാമം എന്ന പേരിൽ ഒരു സാംസ്കാരിക സംരംഭം തുടങ്ങിയ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് കേട്ടോ. അടുത്തത്, വേൾഡ് ജസ്റ്റിസ് പ്രൊജക്ട് പുറത്തിറക്കിയ റൂൾ ഓഫ് ലോ എന്ന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? വേൾഡ് ജസ്റ്റിസ് പ്രൊജക്ട് പുറത്തിറക്കിയ റൂൾ ഓഫ് ലോ എന്ന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 79 2024 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച കുട്ടികളുടെ ദീർഘകാല സമ്പാദ്യം പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതി NPS വാത്സല്യാണ്. 2024 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച കുട്ടികളുടെ ദീർഘകാല സമ്പാദ്യം പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതി NPS വാത്സല്യാണ്. നമുക്കറിയാം LDCക്ക് ഇതേപോലെ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച കേന്ദ്ര ബജറ്റാണോ കേരള ബജറ്റാണോ ഏതിലോ ഒന്നിന് ഈ ബജറ്റിൽ പറഞ്ഞ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന ഏത് സ്കീമിനെ റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആർക്ക് വേണ്ടി, ആരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ജംഷഡ്പൂർ ആണ്. സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ജംഷഡ്പൂർ. ദെൻ ഇന്ത്യയിലെ ആദ്യ സീപ്ലെയിൻ സർവീസ് ആരംഭിച്ചത്, നമുക്കറിയാം കേരളത്തിലെ സീപ്ലെയിൻ സർവീസ് ആരംഭിച്ചത് ഈ വർഷമാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യ സീപ്ലെയിൻ സർവീസ് ആരംഭിച്ചത് ഗുജറാത്തിലെ സബർമതിയിലായിരുന്നു. ഒക്ടോബർ 31, 2020 ആരംഭിച്ചത്. അപ്പൊ ഈ ഒക്ടോബർ 31 ആരംഭിച്ചു എന്ന് പറഞ്ഞല്ലോ. ഈ ഒക്ടോബർ 31 എന്ന് പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനം കൂടിയാണ്. അതായത് നോട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പൊ ആ ഒരു സന്ദർഭത്തിലാണിത് ഈ സർവീസ് ആരംഭിച്ചത് എന്നുള്ളത് മനസ്സിലാക്കുക. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യത്തെ സീപ്ലെയിൻ സർവീസ് ആരംഭിച്ചത് നവംബർ 11, 2024 കൊച്ചിൻ ബാക്ക് വാട്ടേഴ്സിലാണ് കേട്ടോ ഈ സീപ്ലെയിൻ സർവീസ് ആരംഭിച്ചത്. അപ്പൊ അത് മനസ്സിലാക്കുക. ദെൻ കൊച്ചി വാട്ടർ മെട്രോ ആരംഭിച്ചത് 2023 ഏപ്രിൽ 26 അതും നോട്ട് ചെയ്യുക. ദെൻ കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത് 2017 ജൂൺ 17. ഇനി പുതിയ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകൾ, അത് മറാഠി, പാലി, ബംഗാളി, അസമീസ്, പ്രാകൃത് തുടങ്ങിയ 5 ഭാഷകൾക്കാണ് ലേറ്റസ്റ്റ് ആയിട്ട് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത്. മറാഠി, പാലി, ബംഗാളി, അസമീസ്, പ്രാകൃത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിലവിലപ്പോ എത്ര ഭാഷകളുണ്ട്? ശ്രേഷ്ഠ ഭാഷകളുണ്ട് 11 ശ്രേഷ്ഠ ഭാഷകളുണ്ട്. ഇപ്പോൾ കണ്ട 5 എണ്ണവും പിന്നെ 6 എണ്ണം കൂടിയുണ്ട്. ഒന്ന് നമുക്കറിയാവുന്ന മലയാളം,
പിന്നെ തെലുങ്ക്, കന്നഡ, തമിഴ്, സംസ്കൃതം, ഒഡിയ. ഓക്കെ, ഇത്രയും ഭാഷകളും കൂടി ഉണ്ട് കേട്ടോ, അതും കൂടി മനസ്സിലാക്കുക. ദെൻ 2025 38ാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്നത് ഏതാണ്? ഉത്തരാഖണ്ഡാണ് കേട്ടോ. 2025 38ാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്നത് ഉത്തരാഖണ്ഡാണ്. അപ്പോൾ ഇത് എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഞാനിത് എടുത്തത് കേട്ടോ. കുറച്ച് നമ്മൾ നോക്കുകയായിരുന്നല്ലോ, കുറേയധികം കറണ്ട് അഫയേഴ്സ് ഇതിന് മുമ്പത്തെ കുറേയധികം വീഡിയോസുകളിലായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.